തലശ്ശേരി പ്രസ് ഫോറം സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ തലശ്ശേരി മണ്ഡലത്തിലെ സമഗ്ര വികസന പ്രവർത്തനങ്ങൾ പങ്കുവച്ച് കാരായി രാജൻ എം.എൽ.എ. പരിപാടിയിൽ മാധ്യമപ്രവർത്തകർക്ക് പുറമെ വിവിധ സംഘടനാ പ്രതിനിധികളുടെ സാന്നിധ്യവും പരിപാടി വേറിട്ടതാക്കി. വ്യത്യസ്ത ചോദ്യങ്ങൾക്കും ആശയങ്ങൾക്കുള്ള മറുപടിയും നൽകി. തലശ്ശേരി പ്രസ് ഫോറവും പത്രാധിപർ ഇ.കെ. നായനാർ സ്മാരക ലൈബ്രറിയും സംയുക്തമായാണ് കാരായി രാജൻ എം.എൽ.എക്ക് സ്വീകരണവും എം.എൽ.എയുമായി മുഖാമുഖവും സംഘടിപ്പിച്ചത്. ലൈബ്രറി കമ്മിറ്റി സെക്രട്ടറി പി. ദിനേശൻ എം.എൽ.എയെ ഷാൾ അണിയിച്ച് ആദരിച്ചു. പരിപാടി പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ അധ്യക്ഷത വഹിച്ചു. ചരിത്ര നഗരമായ തലശ്ശേരിയെ സാംസ്കാരിക തല ഭൂപടത്തിൽ ഉയർത്തിപ്പിടിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്നും ഇതുവഴി ടൂറിസവും വിദേശികളെ വരെ ആകർഷിക്കാൻ സാധിക്കുമെന്നും എം.എൽ.എ പറഞ്ഞു. ഈ നഗരത്തെ, തലശ്ശേരിയെ നേരത്തെയുള്ള ഒരു സാംസ്കാരിക ഭൂപടത്തിലേക്ക് അതിനെ ഉയർത്തിപ്പിടിക്കുക. അങ്ങനെ വരുമ്പോൾ വിദേശികളും ആഭ്യന്തര ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങോട്ട് ആകർഷിക്കാൻ എങ്ങനെ സാധിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിക്കാനാവണം. പിന്നെ നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം മുനിസിപ്പൽ ചെയർമാനും ഒക്കെ ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർക്കൊപ്പം പ്രമുഖ സംഘടനാ ഭാരവാഹികളും തലശ്ശേരിയുടെ ആവശ്യങ്ങളും ആകുലതകളും എം.എൽ.എയുമായും നഗരസഭാ ചെയർമാനുമായും പങ്കിട്ടത് മുഖാമുഖത്തിലെ വേറിട്ട അനുഭവമായി. ടൂറിസം, പാർക്കിംഗ് പ്രശ്നം, അനധികൃത കച്ചവടം, തീരദേശ ഹൈവേ, മഴക്കാലത്തെ വെള്ളക്കെട്ട്, തെരുവുനായ ശല്യം തുടങ്ങി നിരവധി വിഷയങ്ങൾ മുഖാമുഖത്തിലെ ചോദ്യോത്തര വേളയിൽ ഉന്നയിക്കപ്പെട്ടു. ടി. ഇസ്മായിൽ, ബിനാക്ക അച്യുതൻ, നാസർ മാഡോൾ, CPM നൌഫൽ, A.K. സക്കറിയ, പൊന്നിൻ കൃഷ്ണൻ, ജവാദ് അഹമ്മദ്, T.K. രജീഷ്, PM അഷ്റഫ്, CC വർഗീസ്, വർഷ ഹരിദാസ്, രവി പാലിയാട്, CN മുരളി, നവാസ് മേത്തർ, അനീഷ് പാതിരിയാട് തുടങ്ങിയവർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചു. എം.എൽ.എ. കാരായി രാജനും നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരനും വിവിധ ആവശ്യങ്ങൾ പരിഗണിക്കുകയും മറുപടി നൽകുകയും ചെയ്തു. നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.